വേൽമുരുക ഹരോഹര വേലായുധാ ഹരോഹര. കൊടുങ്ങല്ലൂർ ഭദ്രകാളി. കൊടുങ്ങല്ലൂർ കണ്ടോ, കൊടുങ്ങല്ലൂർ ഭദ്രകാളി. ഇതാണ് കൊടുങ്ങല്ലൂർ ഭദ്രകാളി. ചിരിയുണ്ട്, അട്ടഹാസമുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ സംഭവങ്ങളും ഈ മുഖത്ത്. കമ്പ തുണി ചുറ്റി പന്തം കെട്ടും. പന്തം കെട്ടി കഴിയുമ്പോൾ ആ സാധനമാണ് വരുന്നത്. പന്തം കെട്ടിയ ഉടനെ ഈ സാധനം ഭദ്രകാളിയായിട്ട് വരും. നാഗരാജ നാഗരാജാവ്. അമ്മയുടെ നമ്മൾ എന്താണോ കാണാൻ ആഗ്രഹിച്ചത് ആ നാഗരാജാവ് എത്തിക്കഴിഞ്ഞു. രാജമ്മ എന്ന് പറയുന്നൊരു വീട്ടമ്മയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഈ രാജമ്മ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വീട്ടുജോലിയൊക്കെ ചെയ്യുന്ന, തൂത്തുവാരുന്ന, പാത്രം കഴുകുന്ന ഒരു അമ്മയാണ്. ഇത് നിൽക്കുന്നുണ്ട് ചിരിച്ചുകൊണ്ട്, ഒറ്റ ചിരിയ അല്ലേ രാജമ്മേ? ഇതിപ്പോ എന്താ കുട്ടി? ഞാൻ എപ്പോഴും സദാസമയം ഏത് അർദ്ധരാത്രിക്ക് ഏത് വനത്തിരുന്ന് എപ്പോൾ വിളിച്ചാലും വരാമെന്നുള്ള വരവാ കിട്ടിയേക്കുന്നത്. 17 വയസ്സായ പെൺകുട്ടി. ഞാൻ 17 വർഷം രോഗിയായിരുന്നു. 17ാമത്തെ വർഷം ഈ വീട്ടിൽ വന്ന് വരം തന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇത്രേ ഉള്ളൂ. ഇതിപ്പം സാധാരണ വീട്ടു ജോലിയൊക്കെ ഞാൻ വരുമ്പോൾ പാത്രം എല്ലാം കഴുകിക്കൊണ്ടിരിക്കുന്ന ആളായിരുന്നു. ഇനിയിപ്പോൾ മാറി ആള്. അതെപ്പോ വേണേലും നിമിഷത്തിനിടെ വരും, നിമിഷത്തിനിടെ പാമ്പ് അടിച്ച് വിഷം ഇറക്കുമോ, ബാധ ഒഴിക്കും. ഭയങ്കരമായിട്ടുള്ള ബാധകളെ മൊത്തം ഒഴിക്കും. എല്ലാം ശരീരത്തെ ആവാഹിച്ച് പിടിച്ച് കളയും. അവർക്ക് ഒരു കുഴപ്പമില്ല. ഇവിടെ വന്നിരുന്നാൽ മതി. ഇവിടെ മന്ത്രമില്ല, തന്ത്രമില്ല, കുതന്ത്രമില്ല. ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമില്ല, എല്ലാം ഒറിജിനൽ. പണത്തിന്റെ അതായിട്ടുള്ള ഒന്നുമില്ല. 30 വർഷമായി എനിക്ക് ഒന്നുമില്ല. എല്ലാം ഉണ്ട്, ഒന്നുമില്ല എന്നുള്ള വരവാ തന്നിരിക്കുന്നത്. വസ്തുവകളുടെ ഓർണമെന്റ്സോ ഒന്നും ഇടാൻ പാടില്ല. ഒന്നുമില്ല. ഓർണമെന്റ്സ് ഒന്നുമില്ല. രുദ്രാക്ഷം അത് 30 കൊല്ലമായി. പാമ്പ് കടിച്ച് വിഷം ഇറക്കാൻ തന്നപ്പം കിട്ടണം ശിവന്റെ ഇതായിരുന്നു. ഇറക്കൊണ്ട് വലിച്ചെടുത്ത് ഛർദ്ദിച്ചു. അങ്ങനെയാണോ? ഈ മൂർഖനും രാജമ്പലൊക്കെ അടിച്ചാൽ ഊതിയെടുത്ത് കളയും എന്ന് വെച്ചാ നിന്റെ ശരീരത്തിൽ വിളിക്കുന്ന വിഷം നാഗം വന്ന് കൊത്തിയെടുക്കുന്നതിന് പകരം ഈറക്കൊള്ളിന് ഇത് വലിച്ചെടുത്ത് വൊമിറ്റ് ചെയ്തു. അപ്പോൾ ആ സമയത്ത് പിണിയാണിന് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ കുടലും കൂടെ ഛർദ്ദിച്ച് വരുന്ന പോലെ തോന്നും. ആ രോഗിക്ക് ഒരു കുഴപ്പമില്ല, ശാന്തമായിട്ടിരുന്നാൽ. മരുന്നില്ലല്ലോ, മരുന്നില്ല, പച്ചമരുന്നില്ല, ഒന്നുമില്ല. അവർക്ക് വെള്ളം, മഞ്ഞപ്പൊടി, ഭസ്മം ഇട്ട് വെള്ളം ജപിച്ചു കൊടുക്കും. തുളസിയില് തെറ്റിപ്പോകും. അതാണ് അവരുടെ ഔഷധം. എന്നുവെച്ചാ അവരുടെ ശരീരത്ത് വായിച്ചിരിക്കുന്ന നാഗം കൊത്തുന്ന വിഷം അവര് തിരിച്ച് നാഗം തന്നെ എടുക്കുന്ന പ്രതീതിയാ കാണിക്കുന്നത്. നാഗം തിരിച്ചെടുത്ത് കൊളയുന്ന പ്രതീതിയാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത്ര വെളിയിൽ നിൽക്കുമ്പോൾ ഇത്രയൊന്നും വലിയൊരു സംഭവം ഞാൻ അറിഞ്ഞില്ല. ഇവിടെ വന്നപ്പോഴത്തേക്കാണ് ഇത്ര ഒരു രൗദ്രഭാവം ഞാൻ കാണുന്നത്. രൗദ്രം 7 ഭാവം കാണിക്കും. ശിവൻ തൊട്ട് എല്ലാ ഭാവം ഉണ്ണിക്ക് കാണാം. അപ്പൊ എന്തായാലും ഉണ്ണിയും കൂട്ടിക്കൊണ്ട് അമ്മ അങ്ങോട്ട് പോവുകയാണ്. ഞാൻ വന്നപ്പോൾ തന്നെ വിളിച്ചത് ഉണ്ണിന്നാ. ആ ഒരു വിളി എല്ലാരും ഉണ്ണീന്നെ വിളിക്കും. അപ്പൊ അമ്മ അകത്തുനിന്ന് വരുമ്പോഴാണ് 7 ഭാവം കാണുന്നത്. എല്ലാം അത് ശിവൻ തൊട്ടാണ്. ശിവൻ വരുമ്പോ ശിവനാണ് 3ാമത്തെ വർഷം നാഗം കടിച്ചതുകൊണ്ടിരിക്കും. നാഗപൂജ ഉണ്ട്, അവിടെ ഇരിപ്പുണ്ട്. എല്ലാ ആഴ്ചയിലും മഞ്ഞപ്പൊടിയും പാലും. ഇത് ഇവിടെ പൊങ്കാല സമയത്ത് ഇത്രയും ഉൾപ്രദേശം ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് പകല്. ഇവിടെ വേറെ ആർക്കും ഫാമിലി താമസിക്കാൻ ഒക്കത്തില്ലേ? ഫാമിലി ആയിട്ടെന്ന് വെച്ചാൽ മറ്റൊരു ഇതിലൊക്കെ കുടുംബമായിട്ട് ആർക്കും താമസിക്കാൻ, എല്ലാവർക്കും വന്ന് കിടക്കാൻ ഉറങ്ങാം. ഫാമിലി ആയിട്ട് പറ്റത്തില്ല. ഭാര്യ ഭർത്താവായിട്ട് ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല. മക്കൾക്കും ഒക്കത്തില്ല, ഭർത്താവിനും ഒക്കത്തില്ല, ആർക്കും ഒക്കത്തില്ല. താമസിച്ചവർക്ക് എന്തെങ്കിലും കോടതി വന്നിട്ടുണ്ടോ? ഇല്ല, അത് പറയുന്ന സമയത്ത് അവരെ ഒഴിവാക്കും. അത്രയും ആരെയും അമ്മ ഉപദ്രവിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറയാ ഉണ്ണി എനിക്ക് തന്ന വരം. അതാണ് സംഭവം. അതാണ് കണ്ടോ, ഇതാണ് കളി. അതാണ് അമ്മയുടെ വരം. പ്രത്യേക ഞാൻ നേരിട്ട് വന്ന് എൻ്റെ പിണിയാളിനെ ഭക്തി കണ്ടിട്ട് അവള് ലോക പ്രശസ്തിയായി വരും. ലോകം ചുറ്റിക്കറങ്ങും. അവള് ലോകരെ രക്ഷിക്കാനായിട്ട് വരം കൊടുത്തതാണ് ഞാൻ. ഇതാണ് അമ്മയുടെ സ്ഥായി ഭാഗം. നിപ്പ് കണ്ടോ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഞാനൊന്ന് നമുക്ക് പറ്റത്തില്ല. നമുക്ക് അത്ര നേരം എപ്പോഴും ഇരുന്ന് ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതെ, എത്ര മണിക്കൂർ വേണേലും ഇങ്ങനെ. ഇത് ശരിക്കും പറഞ്ഞാൽ ദൈവിക ഭാവമുള്ളവർക്ക് പറ്റത്തുള്ളൂ. അമ്മ കൃത്യമായിട്ട് ഇതാണ് കണ്ടല്ലോ. നമ്മൾ ചില വിഗ്രഹങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, പഞ്ചലോഹ വിഗ്രഹത്തിലൊക്കെ ഇങ്ങനെ ചില സംഭവമുണ്ട്. ഏത് ശക്തി ഉള്ളിലേക്ക് വരുന്ന അമ്മയുടെ? പറഞ്ഞില്ലേ ഉണ്ണി, ശിവൻ അച്ഛനല്ലേ? അവസാനം അമ്മ. നോക്ക, അച്ഛൻ അവസാനം, അമ്മ അവസാനം. ഇതിന്റെ ഇടയ്ക്ക് മക്കളുമാരുണ്ട്. മനസ്സിലായോ? ഇങ്ങനെ 7 ഫോട്ടോ വെക്കണം നിർബന്ധമായിട്ടാന്ന് പറഞ്ഞതാ. 35 വർഷമായി ഇങ്ങനെ ഇരിച്ചിട്ട്. ഇനി ഇതിന് 2 കൊല്ലത്തിനകം വെച്ച് പ്രതിഷ്ഠ വേണമെന്നാ. അങ്ങനെയുണ്ട്. ഇതിന് ശക്തിയായി പോയി. പോയി 7 വിളക്കും. അമ്മയ്ക്ക് നേരിട്ട് വന്ന് കണ്ട എല്ലാ പ്രശ്നങ്ങളും മാറും.
അങ്ങനെ സാമ്പത്തികമായിട്ടൊക്കെ അല്ല സാമ്പത്തികമല്ല ഈ വിഷവും ബാക്കിയല്ല. പക്ഷെ ആപത്തുള്ള ഇതാണ്ട് ഇന്നലെയും വന്നൊരു പയ്യന് എണ്ണപ്പനെ ജോലി എല്ലാം പിടിച്ചു കെട്ടിക്കൊണ്ടുവരുന്ന ബാധ 5 മിനിറ്റ് കൊണ്ട് ഞാൻ മാറ്റി. ഈ ബാധ എന്ന് പറഞ്ഞാൽ എന്ത് എല്ലാം ശരീരത്തിന് എന്ന് വെച്ചാലേ പടപട്ടം തല്ലും അങ്ങനെ ഓതി കൊടുക്കുമല്ല. അത് ചരട് ആദ്യം കെട്ടി അവർക്ക് കുറയുമെന്ന് നോക്കും. 7 ദിവസമോ 11 ദിവസമോ അവധി വെക്കും. കുറയത്തില്ല, അവരുടെ പൈസ എനിക്ക് ചെലവാക്കുന്ന ഇഷ്ടമല്ല. എന്നെ കൊണ്ട് ഒക്കുമെന്ന് തോന്നാൻ ഒരു ചരട് കെട്ടി ഭസ്മം ഇട്ട് കൊടുത്തു വിടും. നിങ്ങൾ 7 ദിവസം നിങ്ങൾക്ക് ശാന്തിയുണ്ട് എന്നറിഞ്ഞാൽ കമ്പ തുണി ചുറ്റി പന്തം കെട്ടും. പന്തം കെട്ടി കഴിയുമ്പോൾ ആ സാധനമാണ് വരുന്നത്. പന്തം കെട്ടിയ ഉടനെ ഈ സാധനം ഭദ്രകാളിയായിട്ട് വരും. പന്തം കെട്ടിയ ഉടനെ ഭദ്രകാളിയായിട്ട് രാജമ്മ ചേച്ചി മാറും. രാജമ്മ ചേച്ചി എന്ന പക്കത്തിൽ അമ്മ സാക്ഷാൽ അമ്മയുടെ രൗദ്രഭാവമാണ് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഏത് സമയത്തും ഓരോ നിമിഷം ഇടപെട്ട് ദൈവങ്ങളിങ്ങനെ മിന്നിമറയുന്ന ഒരു അപൂർവ നിമിഷമാണ് അമ്മയുടെ മുഖത്ത് കാണാൻ പറ്റുന്നത്. കണ്ടോ, ഇതാണ് അമ്മയുടെ ഒരു സ്ഥായി ഭാവം എന്നുള്ള രീതി. നിങ്ങളെ നാക്ക് നീട്ടിയാൽ നിങ്ങളുടെ നാക്കിൽ നിന്ന് വെള്ളം വരും. ആ കറക്റ്റ്, ശരിയാണല്ലോ. അതുപോലെ നിങ്ങൾക്ക് സ്വയം ഇത്ര നാക്ക് നീട്ടാൻ പറ്റും. ശരിയാ, നാക്കിന് കണ്ടോ നമുക്ക് നാക്കിന് അത്ര നീട്ടം വരത്തില്ല. ഇനി വെളി വരണമെങ്കിൽ സാധാരണ അമ്മയ്ക്ക് ഇത്രയും നാക്ക് എങ്ങനെ പുറത്തേക്ക് തള്ളുന്നുള്ളതാണ്. അപ്പം അറിയാമല്ലോ സാക്ഷാ ഭദ്രകാളിയാണെന്നുള്ള വേറെ തെളിവൊന്നും വേണ്ട. ഭദ്രകാളിക്ക് മാത്രമേ ഇത്ര നാക്ക് പുറത്തേക്ക് വരത്തുള്ളൂ. നമ്മുടെ വരും. എൻ്റെ വായി ഇപ്പൊ തന്നെ പടപട എൻ്റെ വായു വെള്ളം വരും. മനസ്സിലായോ? ഇത് 3 രൂപത്തില്ല. ആറ്റുകാലമ്മ വരുമ്പോ ആറ്റുകാലമ്മയുടെ രൂപം എങ്ങനെ ഉണ്ടോ? നമ്മൾ ശരി ഭയങ്കര ശാന്തനും ചിരിക്കുന്ന രൂപമാണ്. നമ്മൾ ആറ്റുകാലമ്മയെന്ന് കേട്ടേ ഉള്ളൂ. പക്ഷെ ഇതാണ് ആ രൂപത്തിൻ്റെ ഒരു പൂർത്തീഭാവം. കണ്ടോ, ഇതാണ് അമ്മയുടെ ചിരിയാണ്, വേറെ ഒന്നുമില്ല. നിഷ്കളങ്കമായ പൊങ്കാല മാത്രം. പിന്നെ വേറെ എന്ത് വരുന്നത്? വേറെ വന്ന ചോറ്റാനിക്കര നോട്ടെ. ചോറ്റാനിക്കര അമ്മ നമ്മളൊക്കെ ഇങ്ങനെയുള്ള ദൈവങ്ങളെ കേട്ടിട്ടേ ഉള്ളൂ. ഇതാണ് ചോറ്റാനിക്കര അമ്മയുടെ രൂപം എന്ന് പറയുന്നത്. ഇത്രയും ഒരു രൂപത്തിലേക്കാണ് ചോറ്റാനിക്കര അമ്മ വരുന്നത്. ചോറ്റാനിക്കര അമ്മയെ കൊണ്ടൊക്കാത്തത് എല്ലാപ്പോഴും കൊഴുങ്ങരൂരമ്മ വരത്തില്ല. അമ്മയെ കൊണ്ടൊക്കാത്ത കീരിയെ കൊണ്ടൊക്കാത്തത് ചെങ്കേരി വരും. അതുപോലെ ചോറ്റാനിക്കര അമ്മയെ കൊണ്ടൊരു ബാധ ഒഴിക്കാൻ ഒക്കത്തില്ലെങ്കിൽ ഭദ്രകാളി വരും. അമർവപ്പ അലറും നാക്കു നീട്ടും ബഹളമാണ്. അപ്പോൾ ഓരോ ഇതനുസരിച്ചാണ് ഓരോരുത്തർ വരുന്നത് അല്ലേ? ഇതാ കയറിപ്പോയി കേട്ടോ. ഇനി ഏത് രൂപത്തിൽ വരുമെന്ന് എനിക്കറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ എന്നാലും നമ്മളൊക്കെ ഒറ്റ രൂപം മാത്രമേ കണ്ടുള്ളൂ. അമ്മ അല്ലേ ഭദ്രകാളി അമ്മ വരുന്നു. ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഭദ്രകാളി അമ്മ ഇറങ്ങിയിട്ടുണ്ട്. ഭദ്രകാളി അമ്മയുടെ ഉണ്ടോ ആ വാളും എടുത്തുകൊണ്ടാണ് രംഗപ്രവേശം ചെയ്തേക്കുന്നത്. അപ്പം ഇതാണ് ഭദ്രകാളി അമ്മ. നൃത്തച്ചുവടുകളുമായിട്ട് ഭദ്രകാളി അമ്മയുടെ അവതാരം ഇതാ ഭൂമിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞു. അത് താളമുണ്ട്, വെറുതെ കാലിനൊക്കെ പ്രത്യേക ഒരു സ്റ്റെപ്പുണ്ട്. ഇതാണ് ഭദ്രകാളി. ഉണ്ട് സംഭവം. നമ്മളിപ്പോൾ എത്ര എണ്ണത്തിനെ കണ്ട്, ഒരുപാടെണ്ണം. ചക്കുളത്തമ്മ, ആറ്റുകാലമ്മ എല്ലാം കണ്ട്. അപ്പോൾ എല്ലാം ഈ ഒറ്റ മുഖത്താണ് ഇതെല്ലാം പൊട്ടി വിരിയുന്നതാണ് ഏറ്റവും ഒരു അത്ഭുതം എന്ന് പറയുന്നത്. അപ്പോൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് ഞങ്ങൾ ഇതാ ഭദ്രകാളി അമ്മയെ അവതരിപ്പിക്കുകയാണ്. ഇതാ ഭദ്രകാളി അമ്മ, രാജമ്മ എന്ന് പറയുന്ന അമ്മയുടെ ശരീരത്തിലേക്ക് ഭദ്രകാളി അമ്മ വന്നതിന് ശേഷം മാറ്റമാണ്. അപ്പോൾ ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും പറയല്ലേ ഭദ്രകാളി പറയത്തില്ല, മിണ്ടത്തില്ല അല്ലേ? അപ്പോൾ ഇതെല്ലാം ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അപ്പം അമ്മ ഗ്രഹിക്കുവാണ് എന്താ സംഭവിച്ചിരിക്കുന്നത്. അമ്മ തീർക്കാനാ വരുന്നത്, യോഗരെ രക്ഷിക്കാനാ അമ്മ വരുന്നത്. പ്രശ്നം പറയുന്നത് ആറ്റുകാലമ്മ 3 വര കൊടുത്തേക്കുന്നു. ആറ്റുകാലമ്മ പ്രശ്നം പറഞ്ഞിരിക്കും. ചോറ്റാനിക്കര അമ്മ ആപത്ത് ബാധ ഒഴിക്കണം. സാധാരണ പന്ത ഒഴിയുമ്പോൾ ഇത് ഒടവാളൊന്നും വേണ്ട. അമ്മയെ കൊണ്ടൊക്കാത്ത ബാധയാണ്. മാറത്തില്ല. ഒരു ഭയങ്കര ബഹളമൊക്കെ വെച്ച് കെട്ടിപ്പിടിച്ചൊക്കെ കൊണ്ടുവരും ഓരോരുത്തർ. അപ്പോഴാണ് അതാണ് ആ സമയത്താണ് ഇത് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇത് ഓരോരുത്തരുടെ ബാധയുടെ തീവ്രത അനുസരിച്ചാണ് ഓരോ ദൈവങ്ങളും വരുന്നത് കേട്ടോ. ഭയങ്കര കുട്ടിച്ചാത്തനും ജിന്നു പോലെയൊക്കെ ഉള്ളതാണ് ഇത് ഇറങ്ങി വരും. അല്ലാതെ നിസ്സാരമായിട്ട് തൂങ്ങിച്ചത്തവൻ്റെ ചാവൊക്കെ ആണെങ്കിൽ അല്ലെ അറുകലൊക്കെ ആണെങ്കിൽ വലിയ ചാവാണ്ടിരിക്കാനൊക്കാത്തുണ്ട് അങ്ങനെ വർഷങ്ങളായിട്ട്. അങ്ങനെ വരുമ്പോൾ ഇവർ പോകത്തില്ലെന്നും പറഞ്ഞ് ഇവിടെ ബഹളം വെക്കും. അപ്പം ചോറ്റാനിക്കര അമ്മ അങ്ങ് ഒഴിയും. അപ്പോഴും ഇത് വരുമ്പം അമ്മ ഒറ്റ അല്ലറ കൊടുങ്ങല്ലൂർ ഭദ്രകാളി. കൊടുങ്ങല്ലൂർ ഭദ്രകാളി. ഇതാണ് കൊടുങ്ങല്ലൂർ ഭദ്രകാളി. ചിരിയുണ്ട്, അട്ടഹാസമുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ സംഭവങ്ങളും വിരിയുന്നു ഈ മുഖത്ത്. കൊടുങ്ങല്ലൂർ അമ്മയെ കാണാത്തവർക്ക് കാണാം. ഇതാണ് ഒരു അപൂർവ നിമിഷമാണ് ഇതൊക്കെ. ഉണ്ട് വാളും പിടിച്ച് ഉറഞ്ഞു തുള്ളുകയാണ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ കലിപൂണ്ട് അടച്ചെന്നിരിക്കുന്നുണ്ട്.
അവിടെ ചേവകര് ഉടവാളുകൊണ്ട് തിരുനെട്ടി കുത്തി എൻ്റെ പടിവാതുക്കൽ രക്തം തന്നി എൻ്റെ കളി അടങ്ങും. ഭദ്രകാളിയുടെ കൊടുങ്ങല്ലൂരമ്മയുടെ കളി, അത് ചേവകരെന്ന് പറയുന്നത്. തൃശ്ശൂർ നാട്ടിനപ്പുറത്ത് വടക്കം നാട്ടിൽ നിന്ന് ചേവകര് കണ്ടിട്ടില്ലയോ? ടി വിക്കകത്ത് തുള്ളി തലേ പട്ടും കെട്ടി വരുന്നത്. അവരുടെ വാളുകൊണ്ട് നെറ്റിക്ക് രക്തം പടിവാതുക്കൽ ഒഴിച്ചെങ്കിലേ എൻ്റെ കളി അടങ്ങും. ഞാൻ ആരാന്ന് അറിയാമോ? കൊടുങ്ങല്ലൂർ ഭദ്രകാളിയാ. ഇന്നലെ വരെ എല്ലാവരും ഭ്രാന്തിനെ വിളിച്ച് ചവിട്ടി തച്ച എൻ്റെ കുട്ടി ലോകം അറിയാൻ 30 വർഷമാകുമ്പോൾ ഞാൻ വരുമെന്ന് പറഞ്ഞു. ഇനി ലോകം ചുറ്റിക്കറങ്ങി എല്ലാവരും രക്ഷിക്കും. ഇവിടെ പണം ആവശ്യമില്ല. ഈ ഭൂലോകം പ്രപഞ്ചം മൊത്തം ഭൂമിദേവിയുടെ. പിന്നെ എൻ്റെ പിണിയാണ്. പ്രത്യേകിച്ച് എന്തിനാ മണ്ണ്, പ്രത്യേകിച്ച് എന്തിനാ സ്വത്ത്, എല്ലാം ദേവിയുടെ അല്ലേ? പ്രപഞ്ച ശക്തിയുടെ അല്ലല്ലോ. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇത് തന്നില്ലെങ്കിൽ ഇന്ന് നിങ്ങളുടെ മണ്ണ് വേറൊരാക്കാം, ആ മണ്ണ് വേറൊരാക്കാം. ഇത് ഭൂമി ദേവിയുടെ മണ്ണ് ദേവിയുടെ കൈത്തോണ്ട്. അപ്പൊ ഇപ്പൊ അമ്മയുടെ ശരീരത്തിൽ എല്ലാ ദൈവങ്ങളും വരും. ഞാൻ ഇന്ന് രാജമ്മയോട് നാഗര് വരുമോ? നീ വന്നിട്ടല്ലേ പാമ്പ് വിഷം ഇറക്കുന്നത്? ഇവിടെ കിടന്ന് എഴഞ്ഞു പൊളഞ്ഞാ വന്ന് ഇനി അവിടെ കോൺക്രീറ്റ് ഇടണമെന്ന് പറയുന്നു. മുട്ടെല്ലാം ഒരഞ്ഞു പോന്നു. എഴഞ്ഞിട്ട് ആ അരത്ത വെള്ളം എല്ലാം കോരി കുളിച്ച് വന്നിട്ട് ഇവിടെ പൊങ്കാല പൂക്കല് മാവില ഇട്ട് ഈ വെന്ത പായസം മുഖത്ത് കോഴിയടിക്കും. ഞാൻ അന്ന് ആ കുട്ടിയെ വിളിക്കാൻ ആദ്യം ശിവൻ തൊട്ടാണ് വരുന്നത്. ശിവൻ. അപ്പോൾ ഇനി നമുക്ക് ചെസ് നമ്പർ 1 ശിവൻ ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ശിവൻ്റെ ആ രൗദ്രഭാവം കണ്ണുകളിലെല്ലാം ആ ഒരു സംഭവമുണ്ട്. ഓരോന്നോരോന്ന് നമുക്ക് പെട്ടെന്ന് കാണിക്കുകയാണ്. ശിവൻ വന്നു കഴിഞ്ഞു. അടുത്തത് എന്തായിരിക്കും? രണ്ടാമത് വരുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല. ഗണപതി. ഗണപതി ഒന്ന് നോക്കിയോ. അതാണ് ഗണപതി. തുമ്പിക്കയെല്ലാം ഉണ്ട്, തുമ്പിക്കയുണ്ട്. കൃത്യമായിട്ട് അതിനുള്ള ആ നോട്ടത്തിലാണ് കാര്യം ഇരിക്കുന്നത്. കൈയുടെയൊക്കെ ആക്ഷൻ കണ്ടോ? ഭയങ്കര പെർഫെക്റ്റാണിത്. നമ്മൾ ചിത്രങ്ങളിൽ കാണുന്ന അതേ രൂപത്തിലാണ് ഇപ്പോൾ ഗണപതി ഇരിക്കുന്നത്. കണ്ടോ? അനങ്ങുന്നില്ല. ഒറ്റ നമ്മൾ ബിംബം അല്ലെങ്കിൽ വിഗ്രഹം കൊത്തിവെച്ച മാതിരി ഇരിക്കുകയാണ്. അത്രയും പെർഫെക്റ്റാണ്. അടുത്ത് എന്താണെന്ന് അറിയത്തില്ല, നമുക്ക് കാത്തിരിക്കാം. ഓരോ നിമിഷം മിന്നി മറയുകയാണ്. ഗണപതി കഴിഞ്ഞ് എന്തായിരിക്കും അമ്മ വരുന്നത്? മുരുകൻ. ആ, വേൽ മുരുകൻ വരുന്നു. വേൽ മുരുക ഹരോഹര വേലായുധാ ഹരോഹര ാങ്കണക്കത്തില്ലന്തില്ലം വേലക്കാവിൽ പൂരക്കാവടിയാട് കണകണ്ടാട് കടകം മേളം. ഓഹോ മേളം തങ്കണക്കത്തിരികത്തോ തന്നോ കതിരുണ്ടോ സംഗീത ശിരോമണി തങ്കവേലു അയ്യങ്കാളി തില്ലാന പാടുന്നു. കണ്ടോ? ഇതാണ് നമ്മുടെ മുരുകൻ, വേൽമുരുകൻ. ഇതാ അവതരിച്ചു കഴിഞ്ഞു. സൂപ്പറായിരുന്നു അല്ലേ? വേൽമുരുകൻ പെർഫെക്റ്റ് ആയിരുന്നു. ഇനി ആരാമേ? ധർമ്മശാസ്ത്രം. അയ്യപ്പൻ. ഇതാ ശബരിമലയിൽ കുടികൊള്ളുന്ന അയ്യപ്പൻ. അയ്യപ്പൻ്റെ ഇരിക്കുന്നത് അറിയാമല്ലോ. ഇതാണ് അയ്യപ്പൻ്റെ. ഇത് എത്ര ഇപ്പോൾ 4ാമത്തെ ദൈവമാണ് കേട്ടോ. ഇതെല്ലാം കൃത്യമാണ്. ഒരു മാജിക്കില്ല, മന്ത്രമില്ല, ഒന്നുമില്ല. ഇവിടെ എല്ലാം ഒറിജിനൽ, നോ ഡ്യൂപ്ലിക്കേറ്റ്. ഇതാണ് നമ്മുടെ ധർമ്മശാസ്ത്രാവ്. ശബരിമലയിലെ പ്രിയപ്പെട്ട നമ്മുടെ പുലിവാഹനത്തിൽ സഞ്ചരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അയ്യപ്പൻ. കാണുന്നവർ കാണാം കേട്ടോ. ശബരിമലയ്ക്ക് ഇത്രയും ദൂരത്തൊന്നും പോകണ്ട. അമ്മ ഇവിടെയാണ് കുടികൊള്ളുന്നത്. ശരിക്കും പറയാം, ശാസ്ത്രവരെ കാണണമെങ്കിൽ ശബരിമലയൊക്കെ താണ്ടി പോകേണ്ട ഒരു കാര്യവുമില്ല. ഇവിടെ തന്നെയാണ് എല്ലാം ഉള്ളത്. എന്നാലോചിച്ച് നോക്ക്, എല്ലാ ദൈവങ്ങളും കുടികൊള്ളുന്ന ഒരേ ഒരു സ്ഥലമാണ് ഇവിടെ. നമുക്ക് ശബരിമലയിൽ പോകണമെങ്കിൽ സയ്യപ്പനെ കാണാനൊക്കെ ഒത്തുള്ളൂ, ഗുരുവായൂർ പോകണമെങ്കിൽ കൃഷ്ണനെ കാണാനൊക്കെ ഒത്തുള്ളൂ. അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോരുത്തരുണ്ട്. ഇവിടെ എല്ലാം ഉണ്ട്. അമ്മ അടുത്ത ആരാമ ലാസ്റ്റ് വരുന്നത്? കൃഷ്ണൻ. കോലക്കുഴൽ കേട്ടോ രാധേ എൻ രാധേ. അതാണ് കൃഷ്ണൻ്റെ ഇത് ഉണ്ട്. ആ കോടക്കുഴലൊക്കെ പിടിച്ചത് തന്നെ കറക്റ്റാണ്. നമ്മളെ പോലെ ഇങ്ങനെ കൃത്യമായിട്ട് ചിത്രത്തിൽ പോലും കാണത്തില്ല. ആ കൃഷ്ണൻ്റെ ആ ഒരു പുഞ്ചിരിയുണ്ട്, എല്ലാം നിഷ്കളങ്കമായ മുഖമുണ്ട്, എല്ലാം ഉണ്ട്. ഇതാണ് നമ്മുടെ നീല വർണ്ണനായിട്ടുള്ള കൃഷ്ണൻ്റെ ആ ചിരി. ആ ചിരി തന്നെ ഒരു പ്രത്യേകമുണ്ട്. 10,000 സ്ത്രീകളുടെ പിന്നെ ഭർത്താവായിട്ടുള്ള ദേവി. ഏത് ദേവിയാന്ന് പറയാം? ലക്ഷ്മി ദേവിയുണ്ട്. ലക്ഷ്മി ദേവി തൃക്കളിയുള്ള ആൾ വരും. ചക്രം കാവിലുമുണ്ട്, അഷ്ടഭായികൾ എല്ലാം ഇതിൽ പതിട്ടതാണ്.
ഇത് ആറ്റാലമ്മയാണ്. ആറ്റാലും പറഞ്ഞില്ലേ, ഇതിനെ പരാശക്തി എന്നാണ് സംബോധന ചെയ്തത്. അമ്മയെ പരാശക്തി എന്ന് എൻ്റെ മക്കളമാരോട് ഞാൻ പറയും, അമ്മയെ പരാശക്തി എന്ന് വിളിക്കണം. ശിവൻ തൊട്ട് ഓരോരുത്തരെയും വിളിക്കണ്ട. എല്ലാം അതിൽ അധിഷ്ഠിതമായ 7 ശക്തി അധിഷ്ഠിതമായ ശക്തിയാണ് പരാശക്തി. ഇനി നമ്മൾ ഇതിൻ്റെ ഏറ്റവും വലിയ സമരത്തേക്ക് പോകുന്ന നാഗരാജാവ്. കാരണം എനിക്കത് പേടിയാണ്. കാരണം അമ്മയുടെ ദേഹമൊക്കെ മുറിയുമെന്നുള്ള പേടിയുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് പേടിയാണ്. പാവം അമ്മയല്ലേ. നാഗരാജാവിൻ്റെ സ്ഥലത്തേക്ക് എത്തി. ഇനി നാഗരാജാവ് ഇതാ അമ്മയുടെ നമ്മൾ എന്താണോ കാണാൻ ആഗ്രഹിച്ചത് ആ നാഗരാജാവ് എത്തിക്കഴിഞ്ഞ് ഉണ്ടോ. ആ നാക്കൊക്കെ തുടിക്കുന്നതാണ്ടോ. ആ നാക്കിൻ്റെ ഒക്കെ പിടുത്തം കറക്റ്റാണ് കേട്ടോ. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. അത്രയും പെർഫെക്റ്റോട് കൂടി തന്നെയാണ് നമ്മുടെ നാഗരാജാവ് എത്തിയിരിക്കുന്നത്. ഇത് എവിടെ ആരും ഇത്രയും നേരം നമ്മൾ ഒരുപാട് അലഞ്ഞു തിരിഞ്ഞിട്ടാണ് ഈ അമ്മയെ കണ്ടുപിടിച്ചത്. ഇങ്ങനെ എല്ലാം കൂടെ സമ്മേളിക്കുന്ന ഒരേ ഒരു രാജമ്മ ചേച്ചി. ആ നാക്കൊക്കെ കറക്റ്റ് കേട്ടോ. ഈ പാമ്പുകൾ ഇടയ്ക്കിടയ്ക്ക് നാക്ക് നീട്ടുമല്ലോ, ആ നാക്ക് നീട്ടുന്നതെല്ലാം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. എന്തായാലും അതെ കയറി പോവുകയാണ്. അല്ല സ്ട്രക്കായിട്ട് ഇനി നമുക്ക് ഈ സമയത്താണ് അനുഗ്രഹങ്ങളൊക്കെ ചോദിക്കാൻ പറ്റുന്ന സമയം. അപ്പം നാഗരാജ അവിടെ സ്റ്റാച്ചു ആയിട്ട് നിൽക്കുവാണ്. തീർന്നു ഉണ്ടോ. അപ്പോൾ അമ്മയെ കാണാൻ വേണ്ടി ഒരുപാട് പേരിനും പേരും. കാര്യം വെച്ചാൽ ഈ പളനി പോയാൽ മുരുകനെ മാത്രമേ കാണാനൊക്കത്തുള്ളൂ, ഗുരുവായൂർ പോയി കൃഷ്ണനെ കാണാനൊക്കത്തുള്ളൂ. അങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ ദൈവങ്ങളേ ഉള്ളൂ. ഇവിടെ ഫുൾ എല്ലാ ദൈവങ്ങളും കുടികൊള്ളുന്ന ഒരേ ഒരു സ്ഥലമാണ്. ഞാനിപ്പോൾ കണ്ട് എൻ്റെ കണ്ണാലെ ബോധിച്ചു. പ്രതിഷ്ഠ വരും. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഒന്ന് കേൾക്കണം. പ്രതിഷ്ഠ വന്ന് കഴിഞ്ഞാൽ ഞാൻ മാസത്തിൽ 3 പ്രാവശ്യമേ ഇവിടെ ഇരിക്കും. എൻ്റെ ലോകം ചുറ്റി എൻ്റെ ഭക്തരെ കാണാൻ ഞാൻ പിന്നെ പോവാ. ലോകം ചുറ്റി കറങ്ങും. അപ്പോൾ എന്തായാലും അമ്മ അധികം ഇവിടെ കാണത്തില്ല, ഒരു യാത്രയ്ക്ക് വേണ്ടി പോവുകയാണ്. എല്ലാവർക്കും ഓരോ ജീവിത ദൗത്യം ഉണ്ടെന്ന് പറഞ്ഞ പോലെ അമ്മയുടെ ജീവിത ദൗത്യം ഇവിടെ തീരുകയാണെന്നാണ് പറയുന്നത്. എന്തായാലും ഒറ്റ കാര്യം ഉറപ്പ് തരാം, എല്ലാം കൂടെ സമ്മേളിക്കുന്ന ദൈവങ്ങളുടെ ഘോഷയാത്രയാണ് ഇവിടെ ഉള്ളത്. എന്തായാലും ഈ രാജമ്മ ചേച്ചിയുടെ കിടിലൻ സംഭവം എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ അതൊക്കെ നിങ്ങൾക്ക് വിടുകയാണ് അല്ലേ. അതൊക്കെ ചൂസ് ചെയ്യാനുള്ള അവകാശവും ധാർമ്മിക ഉത്തരവാദിത്തമൊക്കെ നിങ്ങൾക്കുണ്ട്. ഒരു വിശ്വാസമാണ്. ആ വിശ്വാസം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. സ്വീകരിക്കുക അല്ലെങ്കിൽ തിരസ്കരിക്കുക. എന്തായാലും കിടിലൻ എപ്പിസോഡുമായിട്ട് ഞാൻ വീണ്ടും എത്തും. അതുവരെയൊക്കെ എല്ലാ പ്രേക്ഷകർക്കും